കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2024 അവർക്ക് കൃത്യമായ സ്വാഗതം. കഥ കേൾക്കാനായി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ആസ്വദിക്കുന്ന കഥകൾ. എൻ്റെ തന്നെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയട്ടെ. ഈ കഥയുടെ പേര് മറ നീക്കുക എന്നതാണ്. നമ്മുടെ അകക്കണ്ണൻ ചുറ്റുപാട് നോക്കി, ഇവിടെയെങ്കിലും ആരും കാണാനില്ലല്ലോ, എങ്കിൽ കുറച്ചുപേരെ കണ്ടു തന്നെ കാര്യം എന്ന വാശിയോടെ അദ്ദേഹം തൻ്റെ യാത്ര ആരംഭിച്ചു. കുറച്ച് ദൂരം ചെന്നപ്പോഴതാ ഒരാൾക്കൂട്ടം. എന്താണ് അവിടെ ഒരാൾക്കൂട്ടം? അകക്കണ്ണൻ ആകാംക്ഷയോടെ അവിടേക്ക് ഓടിച്ചെന്നു. അപ്പോഴതാ വിദ്വേഷം. തൻ്റെ വിദ്വേഷപാനീയം വിൽക്കാനായി ഘോരഘോരമായി ആളുകളെ ആകർഷിക്കുന്നു. വരൂ വരൂ, കടന്നു വരൂ, ഈ വിദ്വേഷപാനീയം നുകരൂ. ഇത് നുകർന്നാൽ നിങ്ങൾക്കൊരു മറ ലഭിക്കും, അതിലൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ പ്രലോഭനത്തിൽപ്പെട്ട് നമ്മുടെ അകക്കണ്ണൻ അവിടെ നിന്ന് വിദ്വേഷപാനീയം നുകർന്നു. വിദ്വേഷപാനീയം നുകർന്ന അകക്കണ്ണന് ഒരു എന്തെന്നില്ലാത്ത ആനന്ദവും മറയും ലഭിച്ചു. ആ മറ ലഭിച്ചു എന്ന ഉത്തമ ബോധ്യം വിദ്വേഷന് വന്നതോടുകൂടി വിദ്വേഷൻ പറഞ്ഞു, താങ്കൾ ഇത് മാത്രം കുടിച്ചാൽ പോരാ, എൻ്റെ സഹോദരങ്ങളായ കുശുമ്പ്, ക്രൂരത, വിദ്വേഷം, ഹിംസ തുടങ്ങിയവർ കുറച്ചകലെ ഇതേമാതിരി പാനീയങ്ങൾ വിൽക്കുന്നുണ്ട്. താങ്കൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ആ പാനീയം നുകരുക, അതിൻ്റെ ആനന്ദത്തിൽ നീരാടുക. ഇത് കേട്ടതും നമ്മുടെ അകക്കണ്ണൻ സന്തോഷം കൊണ്ട് പുളഞ്ഞു. അദ്ദേഹം ആ പാനീയങ്ങൾ നുകരാൻ വേണ്ടി തൻ്റെ നടത്തത്തിനാക്കം കൂട്ടി. കുറച്ചകലെ ചെന്നപ്പോൾ അതാ നമ്മളെ വിദ്വേഷൻ പറഞ്ഞതുമാതിരി സഹോദരങ്ങൾ ആർത്തുല്ലസിച്ചുകൊണ്ട് അവരുടെ പാനീയങ്ങൾ വിൽക്കുന്നു. അകക്കണ്ണൻ ഓടിച്ചെന്നു, എനിക്കും തരൂ, എനിക്കും തരൂ, വിദ്വേഷത്തിൻ്റെയും ഹിംസയുടെയും ക്രൂരതയൊക്കെ പാനീയങ്ങൾ തരൂ. നമ്മുടെ അകക്കണ്ണൻ ആ പാനീയങ്ങൾ മോന്തി മോന്തി കുടിച്ചു. അതിൻ്റെ ആലസ്യത്തിൽ, അതിൻ്റെ ആനന്ദത്തിൽ അദ്ദേഹത്തിൻ്റെ നടത്തത്തിൻ്റെ ആക്കം കൂട്ടി. നടന്ന് എത്ര ദൂരം നടന്നെന്നറിയില്ല. ഒരു വലിയ കോട്ടയുടെ മുന്നിലേക്കാണ് അകക്കണ്ണൻ നടന്നെത്തിയത്. കോട്ടയുടെ വാതിൽ നോക്കിയപ്പോൾ അത് അടഞ്ഞിരിക്കുന്നു. എങ്കിലും അകക്കണ്ണൻ ഒന്ന് തള്ളി നോക്കിയപ്പോൾ അത് ആ കോട്ടയുടെ വാതിൽ പതുക്കെ തുറന്നതും ആ കോട്ടയുടെ അകത്തു നിന്നും ഘോരഘോരമായ ശബ്ദങ്ങൾ, ഒഡീസി, രാമായണം, ഭഗവത്ഗീത, ദാസ് ക്യാപിറ്റൽ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അതുപോലെ ഗാന്ധിജി, നെഹ്റു, ഭഗത് സിംഗ്, അതുപോലെ തന്നെ ഒരുപാട് നാമങ്ങളും മുഴങ്ങി കേൾക്കുകയാണ്. ഈ മുഴക്കത്തിനൊടുവിൽ നമ്മുടെ അകക്കണ്ണൻ്റെ തലയുടെ മുകളിലേക്ക് ഒരു വസ്തു വീണു. അകക്കണ്ണൻ നെറ്റി ഉണർന്നു. എന്താണ് ഈ വസ്തു? അദ്ദേഹം എടുത്തു നോക്കി. അതൊരു പുസ്തകമായിരുന്നു. അത് ലഭിച്ചതോടുകൂടി അദ്ദേഹം ആ പുസ്തകത്തിൽ ഓരോ താളുകളും മറിച്ച് ആർത്തിയോടെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതാ അകക്കണ്ണനുള്ളിലുള്ള ആ വിദ്വേഷത്തിൻ്റെ മറ പതിയെ നീങ്ങാൻ തുടങ്ങി. അതൊരു ജ്ഞാനത്തിൻ്റെ പുതിയ വെളിച്ചം അകക്കണ്ണൻ്റെ ഹൃദയത്തിൽ വന്നു നിറയുന്നതായി നമ്മുടെ അകക്കണ്ണൻ അനുഭവപ്പെട്ടു. അപ്പോഴതാ ആ കൂടാരത്തിൻ്റെ വാതിൽ ആരോ ശക്തമായി തുറക്കുന്നു. ഒരാൾ അകത്തേക്ക് കടന്നു വന്നു. അകക്കണ്ണനെ കണ്ടതും, നിങ്ങളാര്, എങ്ങനെ നിങ്ങൾ ഈ കൂടാരത്തിനുള്ളിൽ കയറി? അപ്പോൾ അകക്കണ്ണൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇതിൻ്റെ ഉള്ളിൽ യാദൃശികമായി കയറിയതാണ്. അകക്കണ്ണൻ അദ്ദേഹത്തോട് മറുപടിയായി ചോദിച്ചു, നിങ്ങളാര്? ഞാൻ ഈ ലൈബ്രറിയുടെ ലൈബ്രറിയനാണ്. അപ്പോഴാണ് അകക്കണ്ണന് മനസ്സിലായത്, ഞാൻ ഇന്നലെ കയറി വന്നത് ഒരു ലൈബ്രറിയിലാണെന്നും വായിച്ചു ഉറങ്ങിപ്പോയതാണെന്നും താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്നുമുള്ളത്. ഇത് സത്യത്തിൽ സ്വപ്നമാണോ, ഒരു യാഥാർത്ഥ്യമല്ലേ? നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള വിദ്വേഷ പാനീയങ്ങളുടെയും അസൂയയുടെയൊക്കെ പാനീയം നുകർന്ന് അതിൻ്റെ നിർവൃതിയിലല്ലേ നമ്മൾ ഇങ്ങനെ നടക്കുന്നത്? ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ നിർവൃതിയാണോ? യഥാർത്ഥത്തിൽ നിർവൃതി എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ ബോധമല്ലേ, അതിൻ്റെ വെളിച്ചമല്ലേ എന്നുള്ളൊക്കെ തോന്നലുകൾ നമ്മളെ അകക്കണ്ണന് വന്നു. ആ സമയത്ത് ലൈബ്രറിയൻ ഒരു മെമ്പർഷിപ്പ് ടിക്കറ്റ് അകക്കണ്ണന് നേരെ നീട്ടി. അകക്കണ്ണൻ അത് സന്തോഷപൂർവ്വം വാങ്ങി. ഇത് തൻ്റെ ഇനി ഇവിടെ നിന്നുള്ള യാത്രയ്ക്കുള്ള ടിക്കറ്റാണെന്നും ഇതിലൂടെ സമ്പാദിക്കുന്ന ജ്ഞാനം ഞാൻ നിലവിൽ ഇത്തരം മറകളായി പേറി നടക്കുന്ന മനുഷ്യ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുമെന്ന ദൃഢപ്രതിജ്ഞ ആ ലൈബ്രറിയിൽ നിന്നെടുത്ത് ആ ലൈബ്രറിനെ പുറത്തേക്ക് കടന്നു. ലൈബ്രറിയൻ ആ ലൈബ്രറിയുടെ ജനാലിലൂടെ അകക്കണ്ണനെ നോക്കി നിന്നു. അകക്കണ്ണൻ്റെ കാൽപാദങ്ങളെ നോക്കി നിന്നു. ആ കാൽപാദങ്ങൾ ഒരു കാലത്തിൻ്റെ കാൽപാദങ്ങളായിരുന്നു. വലിയൊരു മുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറി. ആ മുദ്ര നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പതിക്കട്ടെ, അതിലൂടെ നമ്മുടെയൊക്കെ ഹൃദയം ശുദ്ധമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഈ കഥയിലൂടെ ഒരു സാരം, നമ്മുടെയൊക്കെ ജ്ഞാനം സമ്പാദിക്കേണ്ട സാരം വിളിച്ചോതുകയാണ്.
ഈ കഥയുടെ ലക്ഷ്യം. അത് നിറവേറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് കഥകൾ കേൾക്കാൻ നിങ്ങളുടെ കാതുകൾ കാതോർക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.